തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. മണ്ഡലങ്ങളിൽ വോട്ടുള്ളവർ രാവിലെ വോട്ട് ചെയ്ത ശേഷം പോളിംഗ് ബൂത്തുകൾ സന്ദർശിച്ചു. മണ്ഡലത്തിന് പുറത്തുള്ളവർ വോട്ട് ചെയ്തതിനു ശേഷം സ്വന്തം മണ്ഡലങ്ങളിലെത്തി പോളിംഗ് ബൂത്തുകൾ സന്ദർശിച്ചു. തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ തന്നെ സ്ഥാനാർത്ഥികൾ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തിയ ശേഷമാണ് മറ്റ് പോളിംഗ് സ്റ്റേഷനുകൾ സന്ദർശിക്കാനായി പോയത്. കരുനാഗപ്പള്ളി, കോഴിക്കോട്, മുഴങ്ങോട്ടുവിള SKB UPSലാണ് കരുനാഗപ്പള്ളിയിലെ LDF സ്ഥാനാർത്ഥി താര വോട്ട് രേഖപ്പെടുത്തിയത്. 162 ബൂത്തിലായിരുന്നു അഡ്വക്കേറ്റ് MS താരയുടെ വോട്ട്. ശാസ്താംകോട്ട ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കുണ്ടറ മണ്ഡലം UDF സ്ഥാനാർത്ഥി PC വിഷ്ണുനാഥ് വോട്ട് രേഖപ്പെടുത്തിയത്. വോട്ട് ചെയ്തതിനു ശേഷം അദ്ദേഹം പോളിംഗ് ബൂത്തുകളും പാർട്ടി പ്രവർത്തകരെയും സന്ദർശിച്ചു. തേവലക്കര സ്കൂളിലാണ് കുന്നത്തൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഉല്ലാസ് കോവൂർ വോട്ട് രേഖപ്പെടുത്തിയത്. രാവിലെ വോട്ട് ചെയ്യാനെത്തിയ അദ്ദേഹം ക്യൂവിൽ നിന്നാണ് വോട്ട് രേഖപ്പെടുത്തിയത്. തുടർന്ന് വിവിധ ബൂത്തുകൾ സന്ദർശിച്ചു. കുണ്ടറയിലെ LDF സ്ഥാനാർത്ഥി SL സജികുമാർ കുണ്ടറ ചെറുമൂട് LMS LPS സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. പത്തനാപുരം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാല രാവിലെ തന്നെ പത്തനാപുരം അൽ അമീൻ പബ്ലിക് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. കുടുംബത്തോടൊപ്പം എത്തിയായിരുന്നു അദ്ദേഹം വോട്ട് ചെയ്തത്. ഇരവിപുരം മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി സജി D ആനന്ദ പുത്തന്നട ഗവൺമെന്റ് LP സ്കൂളിലെ 103 നമ്പർ ബൂത്തിൽ രാവിലെ 8-ന് വോട്ട് രേഖപ്പെടുത്തി. കരുനാഗപ്പള്ളി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി CR മഹേഷ് രാവിലെ 7-ന് വിവിധ ബൂത്തുകളിൽ സന്ദർശനം നടത്തി. 8 മണിയോടെ AVHSലെ ബൂത്തിലാണ് CR മഹേഷ് വോട്ട് രേഖപ്പെടുത്തിയത്. തുടർന്ന് വിവിധ ബൂത്തുകളിൽ അദ്ദേഹം സന്ദർശനം നടത്തി. മാവേലിക്കര മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി MS അരുൺകുമാർ കല്ലിമേലിലെ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മുത്താര രാജ പറയംകുളം ഗവൺമെന്റ് LP സ്കൂളിലാണ് വോട്ട് ചെയ്തത്. കരുനാഗപ്പള്ളി മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി VS ജിതിൻ ദേവ ഓച്ചിറ വയനകത്തെ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്.